ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴയൊരു ജീൻസിൻ്റെ പാൻറ്റുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പാൻറ്റ് നമ്മൾ യൂസ് ചെയ്യാത്തൊരു പാൻറ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ബാഗ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ ഷോർട്സ് വീഡിയോ ആയിരുന്നു. ഇതുപോലെ പാൻറ്റ് വെച്ചിട്ടൊരു ബാഗ് ഉണ്ടാക്കുന്നൊരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കളയാൻ വെച്ചതാണ്, വെറുതെ ഒരു പരീക്ഷണം നോക്കിയിട്ട് നടത്തിയാൽ കിട്ടിയാലൊരു ബാഗ് അല്ലെങ്കിൽ പോയാലൊരു പാൻറ്റ് അത്രയല്ലേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇത് കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പം ഞാനിതാ രണ്ട് പാൻറ്റും ഇതേപോലെ പാൻറ്റിൻ്റെ രണ്ട് കാലും ഇതേപോലെ നല്ല രീതിയിൽ നിവർത്തി വെച്ചിട്ട് സെയിം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മളുടെ ബാഗിന് എത്ര ലെങ്ത്ത് വേണം, അതായത് കട്ടിങ്ങും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എത്ര ലെങ്ത്ത് വേണോ എന്നുള്ളത് ഇത് നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ചില ആൾക്ക് നമ്മൾ പോകാനല്ലെങ്കിൽ, അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കാനല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഓരോ സാധനങ്ങൾ എടുക്കാനായിരിക്കും. അപ്പോൾ അതിന് കുറച്ച് ലെങ്ത്തിലുള്ള ബാഗ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ലെങ്ത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും ലെങ്ത്ത്. അപ്പോൾ ഇത് എത്രയാണെന്ന് ഞാൻ ജസ്റ്റ് അളന്നൊന്നും നോക്കിയിട്ടില്ല. എന്തായാലും രണ്ട് വശങ്ങളും ഒപ്പത്തിനൊപ്പം വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗമാണ്, അതായത് സ്റ്റിച്ച് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ നടുവിലൂടെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു ഭാഗം എന്ന് പറയാൻ നമുക്ക് സ്റ്റിച്ചിന് നല്ല രീതിയിൽ വരുന്നൊരു സ്റ്റിച്ച്, അതായത് രണ്ട് സ്റ്റിച്ച് വരുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ സ്റ്റിച്ച് വരുന്നത്, അത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഈ ഒരു കട്ട് ചെയ്ത ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ രണ്ട് പീസിൻ്റെയും നമ്മൾ ഇതേപോലെ തന്നെ അത് കട്ട് ചെയ്തിട്ട് മാറ്റി കളയുന്നുണ്ട്. കാരണം നമുക്ക് അതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ സാധാരണ മെഷീൻ വെച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുക, അതിന് ആ ഒരു ടൈമിൽ സൂചിയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പാൻറ്റിൻ്റെ കാലിൻ്റെ അവിടെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ആ ഒരു ഭാഗമാണ് നമ്മൾ പാൻറ്റിൻ്റെ സിബൊക്കെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പോക്കറ്റ് കൂടെ കട്ട് ചെയ്തെടുക്കണം. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ ഈ ഒരു ബാഗിന് വേണമല്ലോ, വേറെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് പാൻറ്റിൻ്റെ മുന്നിലായിട്ട് ബാഗിൻ്റെ മുന്നിലായിട്ട് ഒരു പോക്കറ്റ് പോലെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നും ഒരു പോക്കറ്റ് കൂടെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ ഒരു നൂലിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും തോറും നല്ല രീതിയിൽ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ആ ഒരു പോക്കറ്റ് ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കൂടെ ഇളക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ മെഷീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ആ ഒരു പോക്കറ്റ് കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ അതിൻ്റെ പാൻറ്റിൻ്റെ ഒരു ഭാഗം, അതായത് നമ്മൾ ബാഗിൻ്റെ ഒരു വശം എടുക്കുന്നു, അതിന് നമ്മൾ ജസ്റ്റ് ഈ ഒരു പോക്കറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു പോക്കറ്റിൽ കുറച്ച് നൂലും കാര്യങ്ങളൊക്കെ വിട്ടൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നീറ്റാക്കി എടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് പാൻറ്റിൻ്റെ അരേൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗമാണ്. ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ബാഗിൻ്റെ നാടയായിട്ട്, അതായത് ബാഗിൻ്റെ വള്ളിയായിട്ട് ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്രികയ്ക്ക് നല്ല രീതിയിൽ മൂർച്ചക്കുറവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയും കട്ടിയുള്ള ജീൻസിൻ്റെ ആണല്ലോ, ഏറ്റവും കൂടുതൽ കട്ടി വരുന്ന ആ ഒരു ഭാഗം കൂടിയാണത്. അപ്പോൾ അത് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചില പെന്നിൻ്റെ അടുത്ത് ആ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റിച്ചൊക്കെ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിലെന്തായാലും രണ്ട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ ഒരു പോക്കറ്റ് ഇങ്ങനെ കട്ട് ചെയ്തതുപോലെ തന്നെ നൂല് ജസ്റ്റ് പിടിച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കിയെങ്കിലും അത് സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും നമ്മളത് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം അരവണ്ണമുള്ള ഒരു പാൻറ്റായിരുന്നു, എൻ്റെ പാൻറ്റല്ല, അരവണ്ണമുള്ള ഒരു പാൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പോക്കറ്റ് നമുക്ക് നമ്മുടെ ബാഗിൻ്റെ ഒരു വശത്തായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പോക്കറ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുക്കുന്നു. നമുക്ക് ഏത് വശത്താണ് വേണ്ടത് ആ ഒരു വശത്ത് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണത്, ജസ്റ്റ് നമുക്ക് ഏത് സൈഡിലാണോ വേണ്ടത്, എത്രയും താഴത്താണോ വേണ്ടത്, അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ബാഗിൻ്റെ മുകളിലത്തെ വശമായിട്ട് എടുക്കുന്നത് പാൻറ്റിൻ്റെ അടിയിലത്തെ വശമാണ്. അതായത് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, സ്റ്റിച്ച് വരുന്ന ആ ഒരു ഭാഗം നമ്മൾ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം ആ ഒരു പോക്കറ്റൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നേരത്തെ ആ ഒരു പോക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു സ്റ്റിച്ചുമ്പോൾ കൂടെ തന്നെ അതിൻ്റെ നേരെ മേലെയായിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു പോക്കറ്റ് നമ്മൾ നല്ല രീതിയിൽ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് രണ്ടും, അതായത് ഇതിൻ്റെ നല്ല രണ്ട് വശങ്ങളും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ 3 വശങ്ങളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമല്ലോ, അപ്പോഴാണല്ലോ ബാഗിൻ്റെ രൂപത്തിൽ കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇനി ചെയ്യാനുള്ളത്. പിന്നെ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും മെഷീൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നൂല് കൊണ്ട് പെട്ടെന്ന് സൂചിയും നൂല് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴിയുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവസാനിക്കുന്ന ഒരു പണിയേ ഉള്ളൂ. വലിയ പണിയൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും ഒരു 10-15 മിനിറ്റിനുള്ളിൽ കാര്യം കഴിയുന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്ര ഈസിയാണ് കേട്ടോ. പിന്നെ ഈ ഒരു
ഇതായതുകൊണ്ട് ഇത്രയും കട്ടിയുള്ള തുണി ആയതുകൊണ്ട് തന്നെ സൂചി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം കട്ടിയുള്ള സൂചി തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ മെഷീൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മെഷീനിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് സിംഗിൾ മെഷീനാണ്. സിംഗിൾ മെഷീനും ഈസി ആയിട്ട് ഈ ഒരു ജീൻസ് കട്ട് ചെയ്യാനൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ നൂല് കുറച്ചിത്തിരി ലൂസായിട്ട് വെക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പതിയെ അടിക്കുക. അങ്ങനെ സ്പീഡിൽ അടിച്ച് പോകാൻ വേണ്ടി പറ്റില്ല, കാരണം കട്ടിയുള്ള തുണിയാണല്ലോ. അപ്പോൾ അതങ്ങനെ ബാഗിൻ്റെ 80% പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് കേട്ടോ നമ്മുടെ ബാഗ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള വള്ളിയാണ്. അപ്പോൾ വള്ളി ഞാൻ നേരത്തെ വള്ളിയായിട്ട് നമ്മൾ എടുക്കുന്നത് ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗമാണല്ലോ, അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് രണ്ട് സൈഡിലും വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ അതിന് നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നടുവേ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അറിയാമല്ലോ, ജസ്റ്റ് ഇങ്ങനെ ആദ്യം ഒരെണ്ണം നമ്മൾ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്തതും ബാക്കത്തെ സൈഡിലും അങ്ങനെ തന്നെ വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അവിടെ ഏറ്റവും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ പറയുന്ന ടൈമിലേക്കാട്ടും ഒരുപക്ഷെ നിങ്ങൾ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടാവുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു DIY ആണ് എന്തായാലും ഇത്. പിന്നെ ഈ ഒരു സംഭവം, അതായത് ഈ ഒരു നാട ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നൂലൊക്കെ ഇങ്ങനെ വിട്ട് പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അത് നല്ലൊരു കട്ടിയുള്ള ഭാഗമാണല്ലോ വേസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും ആ ഒരു ഭാഗം ഏറ്റവും നല്ലത് തുണി കൊണ്ട് സൂചി ഉപയോഗിച്ച് തുന്നുന്നതാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ രണ്ട് വള്ളിയും കാര്യങ്ങളൊക്കെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ബാഗിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുറത്ത് കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനുള്ളിൽ നമുക്ക് സിബും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിക്കർ പോലത്തെ സംഭവം ഉണ്ടാക്കാം, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതേ. ഞാൻ ജസ്റ്റ് അതൊന്നും ചെയ്തില്ല. എൻ്റെ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും ഞാനത് ഇങ്ങനെ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. വേണമെങ്കിൽ പുറത്തൊക്കെ എടുത്ത് പോകാൻ പറ്റും. നല്ല ജീൻസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മളെ എംബ്ലവും കാര്യങ്ങളൊക്കെ വരുന്ന ജീൻസൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് നമ്മുടെ ബ്രാൻഡിൻ്റെ ഓരോ പേരും കാര്യങ്ങളും സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നത് കൂടിയാണെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കളയാൻ വെച്ചൊരു പെയിൻ്റൊക്കെ ഉണ്ടാവും, കളർ പോയതൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.